തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരസ്തോത്ര കൃതികളിൽ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രത്തിൽ 14 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അവസാനം പറഞ്ഞത് നൈകജന്മ പാപജാല ശോഷിണേ നമഃശിവായ എന്നായിരുന്നു. അനേക ജന്മങ്ങളിൽ നമ്മൾ സമാർജിച്ച പാപം, ജന്മങ്ങളിൽ സ്ഥൂല ശരീരമാണ് മാറുന്നത്. ഒരു സ്ഥൂല ശരീരത്തിൻ്റെ കാരണമായ പ്രാരബ്ധം കഴിയുമ്പോൾ മരണം വരും. പക്ഷേ സൂക്ഷ്മ ശരീരത്തിൽ സഞ്ചയിച്ച സംസ്കാരങ്ങൾ ഇല്ലാതാകുന്നില്ല. അപ്പോൾ ആ സംസ്കാരങ്ങൾക്കനുസരിച്ച് പുതിയ സ്ഥൂല ശരീരത്തെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ജന്മങ്ങളിൽ നിന്ന് ജന്മങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ജീവൻ്റെ ഗതിയിൽ എത്ര ജന്മങ്ങളുടെ പുണ്യപാപ സംസ്കാരങ്ങളുണ്ട് പറയാൻ വയ്യ. അനേക ജന്മ സംസ്കാരങ്ങളുണ്ട്. ആ അനേക ജന്മങ്ങളിൽ സമാർജിച്ച പാപസംസ്കാരങ്ങൾ മുഴുവൻ ശോഷിപ്പിക്കുന്നവൻ, ഇല്ലാതാക്കുന്നവൻ, ആ നിലയ്ക്ക് ശിവനെ ഇവിടെ നമസ്കരിക്കുകയാണ്. തുടർന്ന് സർവജീവരക്ഷണൈകശീലിനേ നമഃ ശിവായ പാർവതീപ്രിയായ ഭക്തപാലിനേ നമഃ ശിവായ ദുർവിദഗ്ധദൈത്യസൈന്യധാരിണേ നമഃ ശിവായ ശർവരീശധാരിണേ കപാലിനേ നമഃ ശിവായ സർവജീവരക്ഷണൈകശീലിനേ നമഃ ശിവായ പാർവതീപ്രിയായ ഭക്തപാലിനേ നമഃ ശിവായ. സർവജീവരക്ഷണൈകശീലി, ശീലം ആർക്കുണ്ടോ അവനാണ് ശീലി. ശീലി ശബ്ദം നകാരാന്തമാണ്. അതിൻ്റെ ചതുർത്ഥിയാണ് ശീലിനേ എന്ന് പറഞ്ഞത്. ശീലിക്കായിക്കൊണ്ട്. എന്താണ് ഭഗവാന്റെ ശീലം? സർവജീവരക്ഷണൈകശീലിയാണ്. സർവജീവങ്ങളെയും സർവജീവന്മാരെയും രക്ഷിക്കുക, ക്ലേശങ്ങളിൽ നിന്ന് രക്ഷിക്കുക, അജ്ഞാനത്തിൽ നിന്ന് രക്ഷിക്കുക, അഥവാ ഈ സംസാരത്തിൽ നിന്ന് രക്ഷിക്കുക. ഇനി പ്രാഥമിക തലത്തിലെ ഭക്തൻ്റെ ആ ഒരു സ്ഥിതിയിലേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞാൽ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുക. ഞാൻ ഏതർത്ഥം വേണമെങ്കിലും എടുക്കാം. ഏറ്റവും ആത്യന്തികമായി അജ്ഞാനകാര്യമായ സംസാരത്തിൽ നിന്ന് രക്ഷിക്കുക. അങ്ങനെ സർവജീവന്മാരെയും രക്ഷിക്കുക എന്ന ഏകശീലത്തോടു കൂടിയവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ പറഞ്ഞു സർവജീവരക്ഷണൈകശീലിയാണ്. അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം. ഇത് നല്ലപോലെ മനസ്സിൽ ധ്യാനിച്ച് ഈ നാമം ജപിക്കുമ്പോൾ രക്ഷകനായിട്ട്, സർവരക്ഷകനായിട്ട് ഭഗവാനെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഓരോ നാമവും അങ്ങനെ ശ്രദ്ധിച്ച് സജ്ജനങ്ങൾ മനനം ചെയ്യേണ്ടതാണ്. പാർവതീപ്രിയായ നമഃശിവായ, പാർവതീപ്രിയനായിക്കൊണ്ട്. പാർവതീപ്രിയൻ എന്ന് പറഞ്ഞാൽ പാർവതിയെ പ്രിയമായി കണക്കാക്കുന്നവൻ, പ്രിയയായി കണക്കാക്കുന്നവൻ, അഥവാ പാർവതിക്ക് പ്രിയപ്പെട്ടവൻ. രണ്ടും ശരിയാണ്. ആർക്ക് പാർവതി പ്രിയപ്പെട്ടവളോ അവൻ പാർവതീപ്രിയൻ, അഥവാ പാർവതിക്ക് പ്രിയപ്പെട്ടവനാരോ അവൻ പാർവതീപ്രിയൻ. തപസ്സിൻ്റെ പൂർണ്ണതയിലാണ് പാർവതി പ്രിയപ്പെട്ടവളാകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പാർവതീപ്രിയൻ എന്ന നാമം തന്നെ തപസ്സിൻ്റെ മഹിമയെ എടുത്തു കാണിക്കുന്നതാണ്. കാരണം ശിവനെ തൻ്റെ നാഥനായി ലഭിക്കണം എന്നുള്ള ദൃഢസങ്കല്പത്തോടു കൂടി അതികഠോരമായ കഠിനമായ തപസ്സനുഷ്ഠിച്ചതാണ് പാർവതിയുടെ മഹിമ. ആ തപസ്സിൻ്റെ ഫലമായിട്ടാണ് ഭഗവാന്റെ അർദ്ധാംഗം നേടാനിടയായത്.
അങ്ങനെ തപസ്സിലൂടെ ഏകീഭവിച്ച പാർവതിക്ക് പ്രിയപ്പെട്ടവൻ, പാർവതീപ്രിയായ നമഃശിവായ. അതേ സമയത്ത് ഭക്തപാലിനേ നമഃശിവായ, ഭക്തന്മാരെ പാലിക്കുന്നവൻ. നേരത്തെ രക്ഷണൈകശീലി എന്ന് പറഞ്ഞു, രക്ഷിക്കുന്നവനാണെന്ന് പറഞ്ഞു. രക്ഷിക്കുക എന്നുള്ളത് ഏകകാലത്തിലുള്ള വ്യവഹാരമാണ്, ഒറ്റ പ്രാവശ്യം. ഒരാൾ വെള്ളത്തിൽ വീണു രക്ഷിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ ഒരാൾ അഗ്നിയിൽ വീണു രക്ഷിച്ചു എന്ന് പറയാം. പക്ഷെ പാലിക്കുക എന്ന് പറഞ്ഞാൽ അതല്ല. പാലിക്കുക എന്നുള്ളത് നിരന്തര പ്രക്രിയയാണ്. അതാണ് രക്ഷണവും പാലനവുമുള്ള വ്യത്യാസം. പാലിക്കുക ഒരിക്കലല്ല, രക്ഷിക്കുക ഒരിക്കലാണ്. പക്ഷെ ഒരിക്കൽ രക്ഷിച്ചാൽ അതിൻ്റെ ഫലം എല്ലാ കാലത്തേക്കും ഉണ്ടാവും. പാലിക്കുക എന്നുള്ളത് നിരന്തര പ്രക്രിയയാണ്. ഇപ്പോൾ ഭക്തന്മാരെ സദാ പാലിക്കുന്നവൻ, ഈ സംസാരത്തിലെ അജ്ഞാനത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിൽ പതിക്കാൻ അനുവദിക്കാതെ സദാ ഭക്തന്മാരെ പാലിക്കുന്നവനാരോ അങ്ങനെയുള്ള ഭക്തപാലനാണ് ഭഗവാൻ എന്നർത്ഥം. അങ്ങനെയുള്ള ഭക്തപാലനായിക്കൊണ്ട് നമസ്കാരം. ദുർവിദഗ്ധ ദൈത്യ സൈന്യധാരിണേ നമഃശിവായ, ശർവരീശധാരിണേ കപാലിനേ നമഃശിവായ എന്നീ നാമങ്ങൾ തുടർന്നു വരുന്നു. നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.